ഹലോ ഗൈസ്, നമ്മുടെ ഊട്ടി പാർട്ട് 2 അഥവാ ഡേ 2 ആണ് ഗൈസ് ഇന്ന്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഗൈസ്, ഇന്നലെ നിങ്ങൾക്കൊന്നും കാണാനില്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കാണാനേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ കാലത്ത് തന്നെ ഏകദേശം നമ്മളൊരു 8:30 ആയപ്പോഴേക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഈസ് അമ്പലം, ടെമ്പിളാണ് ഗൈസ്. നമ്മൾ മുരുകൻ്റെ ഒരു അമ്പലത്തിലേക്കാണ് പോണത്. ഐ തിങ്ക് ഈ അമ്പലം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ മലേഷ്യയിൽ ഇങ്ങനത്തെ ഒരു അമ്പലമുണ്ട്, മുരുകൻ്റെ ഇങ്ങനത്തെ ഒക്കെ ആയിട്ട്. അപ്പോൾ മുരുകൻ്റെ അമ്പലത്തിലാട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ അതൊക്കെ ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നമ്മുടെ കാർ ഇതേ ഇവിടെ കിടക്കുന്നുണ്ട്. എൻ്റെ മുടി എന്താ പറയുക, നനഞ്ഞ കുഴിയുടെ പോലെ ഉണ്ടല്ലേ ഗീസ് തന്നെ കാണാൻ. അത് മുടി നനച്ചിട്ട് ഹെയർ ഡ്രൈ ചെയ്യാനുള്ള സമയം ഇവർ തന്നിട്ടില്ല. ഇവരെന്നെ നേരത്തെ വിളിച്ചിട്ട് നേരം വൈകി വിളിച്ചിട്ട് എനിക്ക് റെഡി ആവാനൊന്നും നേരെ സമയം കിട്ടിയില്ല ഗീസ്. അതുകൊണ്ട് ഒരു മാതിരി റെഡി ആവലായിരുന്നു. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൽ കയറിയിരിക്കണേന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ, ചുമ്മാ കയറിയിരിക്കണതാണ്. കണ്ടല്ലോ ഗീസ്, കണ്ടില്ലേ അവർ കാറിൽ എന്തൊക്കെയോ പണിയിലാണ്. ഇതെൻ്റെ പപ്പയാണ് ഗീസ്. അവനെ കുറേ തട്ടിയും മുട്ടിയും വിളിച്ചിട്ടൊക്കെയാണ് വിളി കേട്ടത്. എപ്പോഴും പപ്പയുടെ അടുത്തൊരു ഹായ് പറയാൻ പറഞ്ഞാൽ ലിയോയാണ്, പക്ഷേ യോയാണ് പറയുക. അങ്ങനെ നമ്മൾ എന്താ പറയുക, ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാമെന്ന് വെച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യത്തെ ഇവിടെ നിന്ന് എടുത്ത ഫോട്ടോ എന്നല്ല, അധികം നല്ല ഫോട്ടോസൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കാറിൽ കയറി നമ്മൾ ആദ്യം പോകുന്ന അമ്പലത്തിലായതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാണ്ടാണ് പോണത്. അങ്ങനെയൊക്കെയാണല്ലോ അത്. അപ്പോൾ നമ്മൾ മുരുകൻ്റെ അമ്പലത്തിലേക്കാണ് പോകുന്നത്. എനിക്ക് അതിൻ്റെ പേരറിഞ്ഞൂടാ, പക്ഷെ ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ഏകദേശം 1-2 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് പോയി പെട്ടെന്ന് വരാം എന്നുള്ളതാണ്. പക്ഷേ അമ്മ പറഞ്ഞ പഴയ ഡ്യൂപ്ലിക്കേറ്റൊക്കെ ആണെന്നാണ്. സോ ഞാൻ വിചാരിച്ചു കുറേ ആൾക്കാരുണ്ടാവും, നല്ല തിരക്കുണ്ടാവും, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് തൊഴുതിറങ്ങാൻ പറ്റുള്ളൂ എന്നാണ്. പക്ഷേ അത് തെറ്റിച്ചു ഗീസ്, അവിടെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കാറെടുത്ത് പോകാൻ തുടങ്ങി. ചില ഇടവഴികളൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി ഗൈസ്. അവിടെ പോയപ്പോൾ ശരിക്കും നല്ല പോസിറ്റീവ് ഫീലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇപ്രാവശ്യം ട്രിപ്പ് പോയാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. എന്താ പറയുക, ഞങ്ങൾ ഈ പ്രാവശ്യം ട്രിപ്പ് പോയത് എല്ലാ സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ഈ സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ടാണ് പോകണം. 5 പ്രാവശ്യം ഊട്ടി വന്നിട്ടും ഈ സ്ഥലത്ത് ഞങ്ങൾക്ക് ഇതുവരെ പോകാൻ തോന്നിയില്ലല്ലോ ഗേസ്. ഇത് ശരിക്കും അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കണ്ടില്ലേ ഗേസ്, ഈ മുരുകനെ കണ്ടപ്പോൾ എനിക്ക് മലേഷ്യയിലെ ഡ്യൂപ്ലിക്കേറ്റാണ് തോന്നിയത്. അങ്ങനെ ഇതിൻ്റെ മുന്നിൽ നിന്ന് ഞാനും ഫോട്ടോസ് എടുത്തു, എൻ്റെ അമ്മയും ഫോട്ടോസ് എടുത്തു. അടിപൊളിയായിരുന്നു ഗൈസ്. ഞാനിവിടെ കൊടുത്ത ഒരു ഫോട്ടോ ഞാനിവിടെ എവിടെയും ആഡ് ചെയ്യാം കേട്ടോ. ഗൈസ് കണ്ടല്ലോ, ഇതായിരുന്നു ആ ഫോട്ടോ. ഇത് ഞങ്ങളുടെ അമ്പലത്തിൻ്റെ അടിയിൽ നിന്നെടുത്താണ്. പിന്നെ ഞാൻ ഇങ്ങനത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. എനിക്ക് എന്തായാലും ഞാൻ ഊട്ടി പോയപ്പോഴൊക്കെ പുതിയ ഡ്രസ്സായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് എനിക്ക് വിഷുവിന് എടുത്ത് തന്ന ഡ്രസ്സാണ് ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ കസിന് ഇതിൻ്റെ ഗ്രീനാണ് എടുത്തു കൊടുത്തത്. അപ്പോൾ അതൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ഉള്ളായിരുന്നു, പക്ഷേ ഫോട്ടോസൊക്കെ ഇച്ചിരി കൂടി മെനയാവായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ ഹോട്ടലിലെത്തി ഗൈസ്. ഹോട്ടലിലെത്തി കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയത്. അവിടെയുള്ള ഹോട്ടലാണ്. കണ്ടില്ലേ ഗൈസ്, പപ്പയുടെ അടുത്ത് ഞാൻ മാറ്റി പിടിക്കാൻ പറഞ്ഞപ്പോൾ അടുത്ത പോസായി. ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ പറയൂ. എന്താ പറയുക, പക്ഷേ അമ്മ പൊങ്കലാണ് കഴിച്ചത്, ബാക്കി എല്ലാവരും ഇഡ്ഡലിയാണ് കഴിച്ചത്. എനിക്കാണെങ്കിൽ ഇവിടെ വന്നിട്ട് ബ്രെഡ് ടോസ്റ്റ് ഇഷ്ടമായി. അപ്പം ഞാൻ ബ്രെഡ് വിത്ത് ജാം ഞാൻ കഴിച്ച് കയ്യാറായപ്പോഴാണ് വീടിൻ്റെ കാര്യം ഓർക്കുന്നത്. പിന്നെ ഒരു ഹോർലിക്സും. ഇതെല്ലാം കഴിച്ച് ഞങ്ങൾ സംതൃപ്തി അടഞ്ഞു ഗൈസ്. അങ്ങനെയല്ലേ പറയുക, അതാണ് തന്നെയാണ് പോസ്റ്റ് പറണൂൺ സ്റ്റേഷൻ. പിന്നെ എൻ്റെ അമ്മ പൊങ്കലാണ് കഴിക്കുന്നത്. എൻ്റെ അമ്മയ്ക്ക് പൊങ്കൽ ഭയങ്കര ഇഷ്ടമാണ്. അത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാനും കഴിയുന്നുണ്ട്. ഞാൻ പറയാണ്ടിരുന്ന ഒരു എന്താ പറയുക ഇതായിരുന്നു. പക്ഷേ ആ പൊങ്കൽ നല്ല ടേസ്റ്റ് ആയിരുന്നു നമ്മൾ പറഞ്ഞത്. പക്ഷേ എനിക്ക് പൊങ്കൽ ഇഷ്ടമായില്ല. ഞാൻ കഴിക്കാറില്ല, അല്ലാണ്ട് ഇഷ്ടമാവണ്ടല്ല. നമ്മുടെ ഒരു ടേസ്റ്റ് അങ്ങനെയാണല്ലോ. കഴിച്ചിട്ട് എനിക്കത് ഇഷ്ടമായിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെച്ചു. സെക്കൻഡ് ഡെസ്റ്റിനേഷൻ ഈസ് ലൗഡെയിലാണ് പ്ലീസ്. ലൗഡെയിൽ കഴിഞ്ഞ പ്രാവശ്യം പോയ ഫോട്ടോസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് പോകണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയി. പിന്നെ ഞങ്ങൾ പോയത് മെയിൻ കാര്യം, ഞങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ലൗഡെയിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് ലെറ്റർ അയക്കാനായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ലെറ്ററൊക്കെ എഴുതി കൊടുത്തു ഗേൾസിൻ്റെ മകണ്ടിൽ എഴുതുന്നത്. പിന്നെ എനിക്ക് അവിടുത്തെ ഒരു ആൻറ്റി എനിക്ക് നല്ല ഭംഗിയുള്ള ഈ പൂ തന്നു കേട്ടോ. ആൻറ്റി പറഞ്ഞു കാറിൽ വെച്ചു എന്ന്. എനിക്ക് ഭയങ്കര സന്തോഷമായി. താങ്ക് യു സോ മച്ച് തന്നീന്. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ആ പൂ ഭയങ്കര ഇഷ്ടമായി. എൻ്റെ കയ്യിൽ എല്ലാ ഫോട്ടോസിലും ഈ ഒരു പൂവുണ്ട് ഓൾമോസ്റ്റ്. പിന്നെ നമ്മൾ കറക്റ്റ് എത്തുന്ന സമയത്ത് നമുക്ക് ട്രെയിനും കാണാൻ പറ്റി. ഫീൽ ചെയ്യാൻ ഭയങ്കര ഭാഗ്യം തന്നെ. അങ്ങനെ നമ്മൾ അടിപൊളി ഷോട്ട് എടുത്തു. നല്ല സെറ്റായിരുന്നു.
പിന്നെ കണ്ടില്ലേ ഇപ്പം എടുക്കുന്ന വീഡിയോസിലായാലും എൻ്റെ കയ്യിൽ പൂവുണ്ട്, ഞാൻ എവിടെയും കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് കാറി വെച്ച് കഴിഞ്ഞ് വാടിപ്പോയി. ബട്ട് സാരില്ല, നമുക്ക് ആ പൂ എടുത്ത് ഒരു ബുക്കിൽ സെറ്റാക്കി വെക്കാം. എൻ്റെ അമ്മ അവിടെ ഇടുന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഞാൻ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ എൻ്റെ ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഫോട്ടോ എടുത്തത്. അങ്ങനെ ഗെയ്സ് ഇതൊക്കെ ഞാൻ ഓടി വരുന്നത് പല ടൈപ്പിൽ പല മാസ്കരികമായ ഷൂട്ട്സാണ്. അപ്പോൾ നമുക്കിനി കുറച്ച് പാട്ടാവാല്ലേ. കേസ് നമ്മൾ ലെറ്ററൊക്കെ ഇട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 5 ലെറ്ററോളം ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ സ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്കാണ് ഈ ഒരു സംഭവം കണ്ടത്. അപ്പോൾ ഇവിടെ കയറി എനിക്ക് ഈ ഒരു വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു നടക്കണത്. അങ്ങനെ അതൊക്കെ എടുത്തു ഗൈസ്. പിന്നെ ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുത്തു. ഇത് അമ്മ അവിടെ നിന്ന് പറിച്ച പൂവാണ് ഗൈസ്. ഗായ്സ് നമ്മൾ മാങ്ങ മേടിച്ചു. ഇന്നലത്തെ മാങ്ങ ഞങ്ങൾ ഫുൾ കഴിച്ചില്ല, കാര്യം വലുതായിരുന്നു. പക്ഷേ ഞാൻ ഫുൾ കഴിച്ചു, എനിക്ക് ഇനിയും വേണമെന്നുണ്ടായിരുന്നു. അതായിട്ട് നമ്മൾ പോയത് 3rd ഡെസ്റ്റിനേഷൻ ഈസ് പൈക്കര വാട്ടർഫോൾസ്. അത് തന്നെയാണ് ഗീസ്. അപ്പോൾ ഇന്നത്തെ ദിവസം എൻ്റെ കണ്ണ് ചോന്നിരിക്കുകയായിരുന്നു. ഒരു ഭാഗം ഫുള്ളുണ്ടായിരുന്നു. വൈകുന്നേരത്തെ 2 കണ്ണുമായി. പിന്നെ പിറ്റേ നോക്കിയായിട്ട് അങ്ങനെ ഗീസ് വീണ്ടും എൻ്റെ പപ്പ ആയിട്ട് വന്നിരിക്കുന്നു. അങ്ങനെ നമ്മൾ പൈക്കര റിസോർട്ടിൽ വാട്ടർഫോൾസിലെത്തി. ഇവിടെ ഞാൻ 2ാമത്തെ പ്രാവശ്യവും 3ാമത്തെ പ്രാവശ്യമാണ് ഗീസ് പോകുന്നത്. എനിക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. എന്ത് ചെയ്യാനാ, പോയിരിക്കാം. അങ്ങനെ പോയി എന്താ പറയുക, ഈ പ്രാവശ്യം ഇച്ചിരി കൂടി എന്താ പറയുക പണിതൊക്കെ വെച്ചിട്ടുള്ള കയ്യിൽ. അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇവിടെ ഒരു ചെയറുണ്ട്, പിന്നെ അവിടെ ഇരുന്നു ഗീസ്. നല്ല രസമുണ്ടായിരുന്നു. ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം പോയതിനേക്കാൾ നല്ല വെള്ളച്ചാട്ടം വെള്ളം കൂടുതലായിരുന്നു. അങ്ങനെ കാറിലെത്തി. എനിക്ക് വിഷമം തുടങ്ങി. ഞങ്ങൾ ഫുഡ് അയച്ചപ്പോൾ 3 ഞാൻ ഫുഡ് അയച്ചു കൊടുത്ത ഇത് എടുത്തിട്ടില്ല ഗേസ്. കാരണം ഉച്ചക്കത്തെ ഫുഡ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഞാൻ എന്തെങ്കിലും നിങ്ങളെ കാണിക്കണമെന്ന് വെച്ചിട്ട് ഞാൻ എടുത്തില്ല. അപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അവിടുത്തെ ഫുഡ്. ഇരിക്കുന്നല്ല എൻ്റെ എന്താ പറയുക, എൻ്റെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല അതല്ല. അങ്ങനെ നമ്മൾ പിന്നെ പോയിട്ട് എവിടേക്കാണ്, ടീ ഫാക്ടറിക്കാണ്. ഞാൻ ഇതുവരെ ടീ ഫാക്ടറി കയറിയിട്ടില്ല. എനിക്ക് ടീ ഫാക്ടറി കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. സോ ഞങ്ങൾ ടീ ഫാക്ടറിക്ക് പോവാം എന്ന് വിചാരിച്ചു. അങ്ങനെ ടീ ഫാക്ടറിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവിടുത്തെ ഹോസ്പിറ്റൽ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അടുത്തുണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ പറയാൻ പറ്റില്ല തോന്നുന്നു. അങ്ങനെ എന്താ പറയുക, നമ്മുടെ ടീ ഫാക്ടറി എനിക്കിഷ്ടമായി. കാരണം അവിടെ ഞാൻ വിചാരിച്ച ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ടാവില്ല. ഞങ്ങൾ പക്ഷേ നമുക്ക് ചോക്ലേറ്റ് ഫ്രീ ആയിട്ട് കിട്ടിയില്ല. ഫ്രീ ആയിട്ട് എൻ്റെ ലൈഫ് ഓടിച്ചാൽ വെച്ച് നല്ലൊരു ചായ തന്നെയായിരുന്നു അവിടെ നിൽക്കുക ഒരു ടീ. അപ്പോൾ നമ്മൾ അവിടേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. ഡെസ്റ്റിനേഷൻ ഇതാണ്. ശരിക്കും നമ്മൾ പായ്ക്കരയ്ക്ക് പോകണമെന്ന് വേറെ സ്ഥലത്ത് പോകാമെന്ന് വെച്ചതാണ്. പക്ഷെ അവിടേക്ക് വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ക്യാൻസലാക്കിയതാട്ടോ. അങ്ങനെ നമ്മുടെ ടീ ഫാക്ടറി എത്താറായിട്ടുണ്ട്. ടീ ഫാക്ടറി ഉള്ളിൽ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നല്ല പക്ഷേ ഊട്ടിയിൽ നല്ല തണവുണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ, ഈ ഉള്ളിൽ കൂടെ അല്ല, ഇത് അതിൻ്റെ മുന്നിലുള്ള ഇതാണ്. അങ്ങനെ നമ്മൾ ടീ ഫാക്ടറിയുടെ ഉള്ളിലേക്ക് ആദ്യം ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ടാവും, ടീ ഫാക്ടറി. പിന്നെ ആ ഒരു സംഭവത്തിൽ വേണമെങ്കിൽ കറിക്കുളം പറഞ്ഞതാണ്. പക്ഷേ എനിക്ക് അതിനുള്ള ധൈര്യമില്ല. സൈക്ലിങ് അതൊക്കെ എനിക്ക് ധൈര്യമുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഞാൻ സ്ട്രോബെറി വിത്ത് ചോക്ലേറ്റ് മേടിച്ചു ഗേയ്സ്. അത് 2 എണ്ണം മേടിച്ചു. 2 ഞാൻ തന്നെ അത് നിർത്തൂ. നിങ്ങൾക്ക് എൻ്റെ കണ്ണ് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, എൻ്റെ കണ്ണൊക്കെ ചുവന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പം ഞാൻ എന്താ പറയണമെന്ന് എനിക്കും അറിഞ്ഞൂടാ, നിങ്ങൾക്കും അറിഞ്ഞൂടാ, ആർക്കും അറിഞ്ഞൂടാ ഗൈസ്.
ബ്ലോക്കായിരുന്നു തോന്നുന്നു, എനിക്കൊന്നും അറിഞ്ഞുകൂടാ ഗൈസ്. ഞാൻ എന്തിനാ പിന്നെ വീഡിയോ എടുത്തല്ലേ, പൊട്ടത്തി തന്നെ ഞാൻ. ഞങ്ങൾ മുട്ടേനെ കുറിച്ച് ചർച്ച ചെയ്തതാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് ഇച്ചിരി ഉള്ളിലൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുട്ട മേടിക്കണമെന്ന് ചോദിച്ചതാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ ഹോട്ടലിലെത്തി ഗൈസ്, നെഹർ ഹോട്ടലിലെത്തി. ഞാൻ നേരെ പോയി സോഫയിൽ ഒരൊറ്റിരിപ്പായിരുന്നു. എൻ്റെ കണ്ണൊക്കെ നിങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ എല്ലാവരും ഇന്ന് ഞാൻ വൈകുന്നേരം വെച്ച് മേലെഴുകാന്ന്. അപ്പോൾ ഞാൻ ഫ്രഷായി എല്ലാവരും. ഇതേ കണ്ടില്ലേ, ഞാൻ ഫ്രഷായിട്ട് വന്നു. എൻ്റെ കണ്ണ് ഇപ്പോൾ അത്യാവശ്യം ഓക്കെയാണ്. പക്ഷെ നേരത്തെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഇച്ചിരിയും കൂടി ചൂന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫ്രഷായിട്ട് നമ്മൾ റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. ചുണ്ടൊക്കെ ഡ്രൈ ആയി എന്നാണ് കാണിച്ചിരുന്നത്. അതേ ഞാൻ ഇന്നലെ കാണിച്ച സെയിം വ്യൂ ആണത്. പിന്നെ ഞാൻ ഈ സോഫയിലിരുന്നു. ഇവിടെയും നല്ല, ഞാൻ പറഞ്ഞ പോലെ എസ്തറ്റിക് ആൻഡ് ഇൻവെസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ 5 പേരും കൂടി അന്താക്ഷരി കളിച്ച് ഗേസ്. സത്യം പറഞ്ഞ വൈകുന്നേരം എൻ്റെ കിളി പോയിരിക്കുകയായിരുന്നു. എന്താ പറയുക, ആകെപ്പാടൊരു കിളി പോയൊരവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വോയിസ് ഇതിലൊരു രസമില്ല. പക്ഷെ എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ വരി കേൾപ്പിച്ച് തരാം. ഇതല്ല, വേറൊരു പാട്ടിൻ്റെ. അങ്ങനെ പാട്ട് പഠിക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ പാവ് ബജി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കഴിച്ചായിട്ടാണ് എൻ്റെ കിളി പോയത്. ഇത് കഴിച്ചായിട്ടല്ല, ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ കിളി നല്ല പോലെ പോയിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ഫുഡൊന്നും എടുക്കാൻ ഞാൻ ആരെയും കൊണ്ട് സമ്മതിക്കില്ല, എനിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. കണ്ടില്ലേ ഗൈസ്, എന്തൊക്കെ എനിക്ക് വട്ടാണ് ഗൈസ്. ഞാൻ ഫുഡിൽ വീണു. അതുകൊണ്ട് തന്നെ ഞാൻ വൈകുന്നേരം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. എല്ലാവരും അന്താക്ഷരി കളിക്കണ തിരക്കിലാണ്, ഞാനും കളിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഗൈസിൻ്റെ കിളിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെറ്റായിട്ട് നമ്മൾ കളിച്ചടിപൊളിയൊക്കെ ആയിട്ടിരുന്നു. ഞാൻ എൻ്റെ പാടി ഒരു കുറച്ച് ഭാഗം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചാലും വളരെ കുറച്ച് കേട്ടു. അപ്പോൾ നിങ്ങൾ കേട്ടിട്ട് വരൂ. കേട്ടല്ലോ ഗീസ്, 5 സെക്കൻഡ് ഞാൻ മാത്രം കേൾപ്പിച്ചു തന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഞാൻ കഴിച്ചില്ല, ബാക്കിയുള്ളവർ കഴിച്ചു. എനിക്ക് എന്തോ വിശപ്പുണ്ടായിരുന്നില്ല. ഞാനൊരു ലൈമ് കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. സത്യം പറഞ്ഞാൽ ഞാൻ 2 ദിവസത്തെ ഫുഡ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. 2 നൈറ്റിൻ്റെ കഴിച്ചിട്ടില്ല, 2 ലഞ്ചും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക, തേരാപ്പാര പോയി ദൈവര് കണ്ടില്ലേ കഴിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കഴിച്ചില്ല, എന്തോ കഴിക്കാൻ തോന്നിയില്ല. അങ്ങനെ ഇന്നത്തെ ദിവസവും കഴിഞ്ഞു കേട്ടോ. എന്തൊരു പെട്ടെന്ന് അലയുന്ന ദിവസം കഴിഞ്ഞ് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഞാൻ നാളെ പോവാണല്ലോ. ഫസ്റ്റ് ഡേ വിചാരിച്ച് ഞങ്ങൾക്ക് ഇനി മറ്റന്നാൾ പോയാൽ മതി എന്നായിരുന്നു. പക്ഷേ നാളെ പോകണല്ലോ, വലിയ സങ്കടം ഉണ്ടായിരുന്നില്ല, എന്നാലും ചെറിയ സങ്കടമൊക്കെ ഉണ്ട്. അങ്ങനെ ഇതേ ഇവിടെ നിന്ന് വൈകുന്നേരത്തെ വ്യൂ ഇങ്ങനെ കേട്ടോ ഗൈസ്. എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഡേ ഓഫ് ദ ഊട്ടി, ഐ മീൻ നമ്മൾ വന്നത് 3 ഡേയും 2 നൈറ്റാണ്. അപ്പോൾ ഇത് നമ്മുടെ 2ാമത്തെ നൈറ്റാണ്. സോ ടുഡേ ഈസ് അവർ ലാസ്റ്റ് നൈറ്റ് ഇൻ ദ ഊട്ടി. സോ വി ആർ ഗോയിങ് ടുമാറോ. സന്തോഷമുണ്ട്, സങ്കടം. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്കിനി കണ്ടില്ല ഗൈസ്, ആ സമയത്തൊക്കെ എൻ്റെ കിളി പോയാൽ ഇല്ലാണ്ടായിരിക്കുമായിരുന്നു ഞാൻ. എന്താണെന്ന് അറിഞ്ഞൂടാ, എനിക്കും അറിഞ്ഞൂടാ. പിന്നെ കണ്ടില്ലേ, വൈകുന്നേരം കണ്ണൊക്കെ ചുവന്ന് വീണ്ടും. അങ്ങനെ ഇതേ മുടിയൊക്കെ കെട്ടി എൻ്റെ മരുന്നൊക്കെ കഴിച്ചു. എന്നിട്ട് പിന്നെ കിടന്ന് ഉറങ്ങാൻ പോകുകയാണ്. സോ ഇനി നമ്മുടെ ഫൈനൽ പാർട്ട് ഓഫ് ദ ഊട്ടി വരുന്നുണ്ടാവും, എന്നുവെച്ചാൽ ഡേ 3. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ദിവസത്തെ ഒരു വീഡിയോ ഉണ്ടാവും. ഒരു സ്ഥലത്ത് ഞങ്ങൾ പോയിട്ടുള്ളൂ അന്ന്. പിന്നെ ഫുൾ കറക്റ്റ് മീൻസ് തിരിച്ചു തന്നേൻ്റെയാണ്. സോ നിങ്ങളെല്ലാവരും കയറി കാണണം. അപ്പോൾ നമ്മുടെ പാർട്ട് 1 കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ പാർട്ട് 1 കണ്ടിട്ട് മാത്രം പാർട്ട് 2 കാണാം കേട്ടോ. അപ്പോൾ ദിസ് ഈസ് ശ്രീ ഫാമിലി 2012. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ, ലൈക്ക് ആൻഡ് ഷെയർ. ടാറ്റാ. അപ്പോൾ നമുക്ക് പാർട്ട് 3 അഥവാ ലാസ്റ്റ് ഡേ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.